അങ്ങനെ വീണ്ടും വന്നു. നമ്മുടെ റെഡ് ഡ്രാഗൺ കുഞ്ഞിടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഒരു വീഡിയോ എടുത്തതേ ഉള്ളൂ. ഇത് 2 ദിവസമായി ബ്രീഡിംഗ് ബോക്സൊക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ട്. ഞാൻ ഒരു വീഡിയോ എടുത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു യൂട്യൂബ് ഇടാൻ വേണ്ടിയിട്ട്, പക്ഷേ ഇട്ടില്ല. അത് മറ്റേ 3 പേരിൽ 2 പേരും കൂടെ ഉണ്ട്. അപ്പോൾ അവർ ടാങ്കിലാണ് കിടക്കുന്നത്. അപ്പോൾ ബാക്കി അതിൻ്റെ വീഡിയോ വരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് ഇടണ്ടെന്ന് കരുതി, ഈ ബ്രീഡിംഗ് ബോക്സ് സെറ്റ് ചെയ്ത വീഡിയോ ഇടാമെന്ന് കരുതി. അതുകൊണ്ട് ഞാൻ പിന്നെ അത് പോസ്റ്റ് ചെയ്തില്ല. ഇതിപ്പോൾ കുഞ്ഞിടുന്നുണ്ട്, കണ്ടാൽ അറിയാം നിങ്ങൾക്ക്. ഞാൻ ഫീമെയിൽ മാത്രമല്ല കേട്ടോ ഇരുന്നത്, ഞാൻ ആണും കൂടെ മെയിലും കൂടെ ഇട്ട് കൊടുക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് ശരിയാവില്ലല്ലോ. ചിലവർ ഫീമെയിൽ മാത്രമായിട്ട് ബ്രീഡിംഗ് ബോക്സ് സെറ്റ് ചെയ്തിട്ട് ഇറക്കി വിടുന്നവരുണ്ട്. പക്ഷേ ഇടുന്നുണ്ട്. ഞാൻ അങ്ങനെ ഇട്ടില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പെയറായിട്ട് തന്നെ ഞാൻ പിടിച്ചിടും. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഞാൻ കൊച്ചിലെ മൂലം അങ്ങനെ ചെയ്തിട്ടുള്ളത്. പക്ഷെ അന്നൊന്നും യൂട്യൂബ് ചാനൽ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. ഇത് അനിയത്തിന് മോൻ പറഞ്ഞുകൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് തുടങ്ങിയെന്നേ ഉള്ളൂ, അല്ലാതെ വേറെ ഒന്നുമില്ല. മുമ്പും വളർത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അപ്പോഴൊക്കെ ഞാൻ ഇങ്ങനെ ഇട്ട് തന്നെ ബ്രീഡ് ചെയ്യിപ്പിക്കുന്നത്. പക്ഷേ ബ്രീഡിംഗ് ബോക്സ് സെറ്റ് ചെയ്യില്ല, പായൽ സെറ്റ് ചെയ്ത് മുട്ടപ്പായലൊക്കെ സെറ്റ് ചെയ്ത് അങ്ങനെ ആണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ കുറച്ച് മാറ്റങ്ങൾ വന്നു. ഇപ്പം അങ്ങനെ ഓരോരുത്തർ ചെയ്യണ കണ്ട് ചെയ്തതാ. ഞാൻ ഒറ്റയ്ക്ക് ചെയ്ത് പഠിച്ചതല്ല, ഓരോരുത്തർ ചെയ്യുന്നത് കണ്ട് പഠിച്ചതാണ്. അല്ലാതെ ഞാൻ പഠിച്ചുകൊണ്ടൊന്നും വന്നതല്ല ഇത്. എല്ലാവരും ചെയ്യുന്നത് കണ്ട് ഞാനും ചെയ്തു. പക്ഷെ അങ്ങനെയൊക്കെ ഞാൻ ഫൈറ്റർ ബ്രീഡ് ചെയ്യിപ്പിച്ചത്. ഇത് 2ാമത്തെ സ്റ്റെപ്പാണ്. ഞാൻ വിചാരിച്ചില്ല കിട്ടുമെന്ന്. പക്ഷേ ഏകദേശം 500-ഓളം കുഞ്ഞുങ്ങളും ഉണ്ട്. എങ്ങനെയായാലും എനിക്ക് എല്ലാം കിട്ടണമെന്നില്ല. ഒരു 150 ആണെങ്കിൽ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ ഇത് നമ്മളെടുത്ത് മാറ്റത്തില്ല കേട്ടോ. കുറച്ച് 2 ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ട് മാറ്റത്തുള്ളൂ. കുഞ്ഞുങ്ങളെല്ലാം ഒരുമിച്ചായിട്ടിരിക്കുന്നത്, അതിനുള്ള സ്പേസും കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ ഫ്രിഡ്ജൊക്കെ കുറച്ചേ എടുത്തിട്ടുള്ളൂ. ഇവിടെ സ്ഥലത്തിൻ്റെ ഒക്കെ ഒരു ചെറിയ ഇഷ്യൂ ഒക്കെ ഉണ്ട്. ടെറസിൽ ഇനി ക്യാമറ ഒക്കെ സെറ്റ് ചെയ്തെങ്കിൽ അങ്ങോട്ട് കുറച്ച് ഫ്രിഡ്ജൊക്കെ എടുത്തിട്ട് അങ്ങോട്ട് സെറ്റ് ചെയ്യാമായിരുന്നു. മോഷണോ, അതുകൊണ്ടാണ് പിന്നെ കൂടുതലൊന്നും സെറ്റ് ചെയ്യാത്തതും അങ്ങനെ ട്രൈ ചെയ്യാത്തത്. അപ്പോൾ അച്ഛൻ തന്നെ പറഞ്ഞ് താഴോട്ട് ഇറക്കി വയ്ക്കാം എന്താണ്. അപ്പം ഞാൻ പറഞ്ഞാൽ ക്യാമറ സെറ്റ് ചെയ്തിട്ട് മേളോട്ട് വയ്ക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞാൽ അതൊക്കെ അപ്പോഴല്ലേ, നീ ഇപ്പം ഇങ്ങോട്ട് താഴോട്ട് ഇറക്കി വയ്ക്കാൻ പറഞ്ഞു. അങ്ങനെ ഇറക്കിയതാണ്. പിന്നെ നമുക്ക് തിങ്കളാഴ്ച മുതൽ ഞാൻ വീഡിയോ ഇടുന്ന ടൈം പറയുന്നതാണ് കേട്ടോ. ഒരു ടൈം ഫിക്സ് ചെയ്യും. ആ ടൈം അനുസരിച്ച് വീഡിയോ ഇടത്തുള്ളൂ. അതായത് നമ്മളൊരു വീഡിയോ ഇടാൻ ടൈം ഫിക്സ് ചെയ്ത് വയ്ക്കും. ആ ടൈമിനെ നമ്മൾ വീഡിയോ ഇടുള്ളൂ. ഇതിപ്പോൾ ക്ലിക്കായില്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഷോർട്സും പിന്നെ ഫുൾ വീഡിയോ അങ്ങനെയൊക്കെ ചെറുതായിട്ടൊക്കെ ചെയ്യുന്നത്. പിന്നെ സെറ്റായി വരുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ സെറ്റായിട്ടുള്ള വീഡിയോകളൊക്കെ ഞാൻ ചെയ്യും. എന്നാലും ഞാൻ മൈക്കൊക്കെ ഞാൻ നോക്കുന്നുണ്ട്. മൈക്കില്ലാതെ ഇപ്പം മൊബൈൽ ഫോണിലാണ് എടുക്കുന്നത്. ഈ ഫോണ് കൊള്ളാമെന്നുള്ളത് കൊണ്ട് കുഴപ്പമില്ല. അത്യാവശ്യ കാര്യങ്ങളും യൂട്യൂബിൽ വീഡിയോ എടുക്കാൻ പറ്റിയ ഓപ്ഷൻസൊക്കെ ഇതിലുണ്ട്. എന്നാലും ഈ ഫോണ് അതുകൊണ്ട് ഉപകാരപ്പെട്ടു. ഇനി ചിലപ്പോൾ ക്യാമറ എല്ലാം വാങ്ങേണ്ടി വരികയാണെങ്കിൽ വാങ്ങണം. എന്നാലും നിങ്ങൾക്ക് നല്ല ക്ലിയറായിട്ട് കാണാനും പറ്റുള്ളൂ. എല്ലാം ചെയ്യാം കേസ്. എല്ലാത്തിനും അതിൻ്റെതായ സമയമില്ലേ, മോഹൻലാൽ പറയാൻ പോലെ എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട് ദാസ വിജയ. അത് അങ്ങനെ എന്തോ പറയാറുണ്ട്. അതേപോലെ നമുക്കും അതിൻ്റെതായ സമയം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ പിച്ച തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും സപ്പോർട്ടും വേണം, ലൈക്ക് വേണം, ഷെയർ വേണം. ഷെയർ ചെയ്യാൻ മടിക്കരുത്. ശരി എന്നാൽ ബൈ, ടാറ്റ.